തിരുമുമ്പിലണയുന്നു വരുമോ യാഗവീക്ഷമാ തരുമോ രക്ഷകൻ സൗഭാഗ്യം. പച്ചതയായി തീരാ സദയം വരുമോ പച്ചതയായി തീരാ പച്ചതയായി തീരാ സദയം വരുമോ നാഥാ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ എല്ലാവരെയും സാക്ഷ്യം പ്രാർത്ഥിക്കണം. കൃഷ്ണകല സാക്ഷ്യ പ്രാർത്ഥിക്കണം, ഇതിനെ സാക്ഷ്യ പ്രാർത്ഥിക്കണം, ഗോപിയ സാക്ഷ്യ പ്രാർത്ഥിക്കണം, ആകർഷ സാക്ഷ്യ പ്രാർത്ഥിക്കണം, കൃഷ്ണപുര സാക്ഷ്യ പ്രാർത്ഥിക്കണം, അല്ലനെ സാക്ഷ്യ പ്രാർത്ഥിക്കണം, ആൻമരിയെ സാക്ഷ്യ പ്രാർത്ഥിക്കണം, ആൽവിനെ സാക്ഷ്യ പ്രാർത്ഥിക്കണം, സംകുഞ്ഞുവെ സാക്ഷ്യ പ്രാർത്ഥിക്കണം, സൗമ്യ സാക്ഷ്യ പ്രാർത്ഥിക്കണം, അമൃതാവ് സാക്ഷ്യ പ്രാർത്ഥിക്കണം, അനിതാവ് സാക്ഷ്യ പ്രാർത്ഥിക്കണം, ഡെൽഫിൻ മേരി സാക്ഷ്യ പ്രാർത്ഥിക്കണം, മിനി, ശ്രീകുമാർ, അഭിജിത്ത്, അഖിൽജിത്ത് സാക്ഷ്യ പ്രാർത്ഥിക്കണം, അഭിയ സാക്ഷ്യ പ്രാർത്ഥിക്കണം, മരിയ മൈക്കലിന്റെ സാക്ഷ്യ പ്രാർത്ഥിക്കണം, മഞ്ജു സാക്ഷ്യ പ്രാർത്ഥിക്കണം, അഭിജിത്ത് സാക്ഷ്യ പ്രാർത്ഥിക്കണം, ശ്രീകണ്ഠനെ സാക്ഷ്യ പ്രാർത്ഥിക്കണം, ജീവനെ സാക്ഷ്യ പ്രാർത്ഥിക്കണം, ജീവൻ രാജ സാക്ഷ്യ പ്രാർത്ഥിക്കണം, മേരി ജോനെ സാക്ഷ്യ പ്രാർത്ഥിക്കണം, എൽസിയെ സാക്ഷ്യ പ്രാർത്ഥിക്കണം, എൽസി ജോമനെ സാക്ഷ്യ പ്രാർത്ഥിക്കണം, ഭവ്യ സാക്ഷ്യ പ്രാർത്ഥിക്കണം, ലെല്ലിബായി സാക്ഷ്യ പ്രാർത്ഥിക്കണം, ലതാവ് സാക്ഷ്യ പ്രാർത്ഥിക്കണം, അലനെ സാക്ഷ്യ പ്രാർത്ഥിക്കണം, അസുരൻസ് പ്രാർത്ഥിക്കണം, മധു സാക്ഷ്യ പ്രാർത്ഥിക്കണം, വനജ മിറോജിത സാക്ഷ്യ പ്രാർത്ഥിക്കണം, സുധാ സാക്ഷ്യ പ്രാർത്ഥിക്കണം, ജോസ് കൃഷ്ണ സാക്ഷ്യ പ്രാർത്ഥിക്കണം, അജിര സാക്ഷ്യ പ്രാർത്ഥിക്കണം, ബീന സാക്ഷ്യ പ്രാർത്ഥിക്കണം, വിജിൻ, രമ്യ സാക്ഷ്യ പ്രാർത്ഥിക്കണം, വിൻസെന്റ് വിക്ടോറിയ സാക്ഷ്യ പ്രാർത്ഥിക്കണം, വിനോദ സാക്ഷ്യ പ്രാർത്ഥിക്കണം, സുരേഷ സാക്ഷ്യ പ്രാർത്ഥിക്കണം, ഷാലു സാക്ഷ്യ പ്രാർത്ഥിക്കണം, ജോബിയെ സാക്ഷ്യ പ്രാർത്ഥിക്കണം, അനുപമ, അഭിജിത്ത്, അഖില, വിക്ടർ, രജി സാക്ഷ്യ പ്രാർത്ഥിക്കണം, കുട്ടപ്പന സാക്ഷ്യ പ്രാർത്ഥിക്കണം, ഓമന സാക്ഷ്യ പ്രാർത്ഥിക്കണം, അലന സാക്ഷ്യ പ്രാർത്ഥിക്കണം, സ്വർണ്ണ ഷാബു സാക്ഷ്യ പ്രാർത്ഥിക്കണം, യേശുദാസ്, ബീന, ആൻസി, അജിഷ് ദാസ്, സോജൻ, രഞ്ജി, അനിരുദ്ധ്, അജരുദ്ധ്, സെൽവി, ഓമന, ജ്വാന, അലൻകൃത സാക്ഷ്യ പ്രാർത്ഥിക്കണം. പ്രത്യേകം ഈ പാതപൂജൻ ജീവിതത്തിൽ ഓരോരുത്തർ സാക്ഷ്യ പ്രാർത്ഥിക്കണം, അനുഷ്ഠ പ്രാർത്ഥിക്കണം. വിക്ടർ റിമാനുവലെ സാക്ഷ്യ പ്രാർത്ഥിക്കണം, ആശ്രയിച്ച് പ്രാർത്ഥിക്കണം, ലോബസ് സാക്ഷ്യ പ്രാർത്ഥിക്കണം, അനുഷ്ഠ പ്രാർത്ഥിക്കണം, സേവിയർ സാക്ഷ്യ പ്രാർത്ഥിക്കണം, ദീപേഷ്, മിന്നു സാക്ഷ്യ പ്രാർത്ഥിക്കണം, ആശ്രയിച്ച് പ്രാർത്ഥിക്കണം, ഫ്ലോറ, ലോറൻസ് സാക്ഷ്യ പ്രാർത്ഥിക്കണം, അനുകരിച്ച് പ്രാർത്ഥിക്കണം, കൃഷി, സിലംബ്, മെർലിൻ, ആൻഡ്രൂസ് എല്ലാ സാക്ഷ്യ പ്രാർത്ഥിക്കണം, ജാക്സൺ, ഗിലിൻഡ എല്ലാ സാക്ഷ്യ പ്രാർത്ഥിക്കണം, ക്ലെമന്റ് കുടുംബത്തെ സാക്ഷ്യ പ്രാർത്ഥിക്കണം, വിജയൻ കുടുംബത്തെ സാക്ഷ്യ പ്രാർത്ഥിക്കണം, അംലെ സാക്ഷ്യ പ്രാർത്ഥിക്കണം, റോന റോമിയ സാക്ഷ്യ പ്രാർത്ഥിക്കണം, ബീന സാക്ഷ്യ പ്രാർത്ഥിക്കണം, അനുഗ്രഹ സാക്ഷ്യ പ്രാർത്ഥിക്കണം, ദേവഗൌഡ സാക്ഷ്യ പ്രാർത്ഥിക്കണം, ഇമ്മാനുവൽ സാക്ഷ്യ പ്രാർത്ഥിക്കണം, ആശ്രയിച്ച് പ്രാർത്ഥിക്കണം. പ്രത്യേകം ഈ ദിവ്യൽ പങ്കിന് ഓരോരുത്തരും സാക്ഷ്യ പ്രാർത്ഥിക്കണം, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. മരിച്ചുപോയ വിനീത്, വർഗീസ്, ചെല്ലയ്യൻ, കമലം, ലലിബായ്, പാലയൻ ആൺമക്കളെ സാക്ഷ്യ പ്രാർത്ഥിക്കണം, ദാസൻ ദേവദാസൻ, ഫ്ലോറമ്മ, രജി, ബേബി ആൺമക്കളെ സാക്ഷ്യ പ്രാർത്ഥിക്കണം, നിമിഷ, അലിൻ അഗസ്റ്റിൻ, ജെയിനി മേരി, തോമസ്, റോസമ്മ,
രത്നമ്മ, സുകുമാരൻ, ലൂയിസ് ആനന്ദ്, ജോസഫ് മെർഷി ആൺമക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഷാജൻ ബെഞ്ചമിൻ, അമൽ മാത്യു ആൺമക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ബിഷപ്പ് ദേവദാസ് അംബ്രോസ്, ബിഷപ്പ് ഗബ്രിയൽ, ഫാദർ ലോക്കായ ആൺമക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകം ചന്ദ്രശേഖരൻ ആത്മാവിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. റാം ആത്മാവിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കവിൻ ആത്മാവിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കുടുംബത്തിൽ മരിച്ചുപോയ ആൺമക്കളെയും ദുർമനോടിയേറ്റ് മരിച്ചുപോയ ആൺമക്കളെയും പ്രത്യേകം ആത്മനോടിയേറ്റ് മരിച്ചുപോയ ആൺമക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കുടുംബത്തിൽ മരിച്ചുപോയ, നമ്മൾ മറന്നുപോയ ആൺമക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. പാവങ്ങളെ ഒത്ത് മനസ്സപിക്കാം. ശക്തനായ ദൈവത്തോട് സഹോദരരെ നിങ്ങളോട് ഞാനേറ്റു പറയുന്നു എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെ പാപം ചെയ്തു പോയി. എന്റെ പിഴ എന്റെ പിഴ എന്റെ വലിയ പിഴ കന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ നമ്മുടെ പാവങ്ങൾ പുറത്ത് നമ്മെ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അജീഷ സമർപ്പിച്ച് വിവാഹ തടസ്സമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അയനയെ സമർപ്പിച്ച് രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബിജോയ് സമർപ്പിച്ച് തടസ്സങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്നേഹമകളെ സമർപ്പിച്ച് പഠന പ്രവൃത്തി നല്ല എക്സാം എഴുതാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. മരിച്ചുപോയ വർഗീസ്, ശാരദ, ബാബുരാജ്, ഷിജു, സെലസ്റ്റിൻ, മരിയ, മൈക്കിൾ, ത്രേസ്യമ്മ ഈ ആൺമക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നിരന്തര കാരുണ്യത്താൽ അങ്ങ് കുടുംബത്തെ സംരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സ്വർഗീയ കൃപയുടെ ഏക പ്രത്യാശയിൽ ആശ്രയിച്ചുകൊണ്ട് അങ്ങ് സംരക്ഷണത്താൽ എപ്പോഴും സുരക്ഷിതമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളമേ. ജോയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് പുരോഹിതന്മാരെ ചാക്കൊടുത്ത് വിലപിക്കുവിൻ, ബലിപീഠക ശുശ്രൂഷകരെ വിലപിക്കുവിൻ, എൻ്റെ ദൈവത്തിൻ്റെ സേവകരെ അകത്തു ചെന്ന് ചാക്കൊടുത്ത് രാത്രി കഴിക്കുവിൻ. ധാന്യബലിയും പാനീയബലിയും നിങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിൽ അർപ്പിക്കപ്പെടുന്നില്ല. ഉപവാസം പ്രഖ്യാപിക്കുകയും മഹാസഭ വിളിച്ചുകൂട്ടുകയും ചെയ്യുവിൻ. ശ്രേഷ്ഠന്മാരെയും
ദേശവാസികളെയും നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ദേവാലയത്തിൽ ഒരുമിച്ച് കൂട്ടുവിൻ. കർത്താവിനോട് പ്രാർത്ഥിക്കുവിൻ. കർത്താവിൻ്റെ ദിനം സമീപിച്ചിരിക്കുന്നു. ആ ദിനം കഷ്ടം! സർവശക്തനിൽ നിന്നുള്ള സംഹാരമായി അത് വരുന്നു. സിയോനിൽ കാഹളം ഉതുക്കുവിൻ. എൻ്റെ വിശുദ്ധഗിരിയിൽ പെരുമ്പറ മുഴക്കുവിൻ. ദേശവാസികൾ സംഭ്രാന്തരാകട്ടെ. കർത്താവിൻ്റെ ദിനം ആഗതമായിരിക്കുന്നു, അത്യാസന്നമായിരിക്കുന്നു. അത് അന്ധകാരത്തിൻ്റെയും മനത്തകർച്ചയുടെയും ദിനമാണ്, കാർമേഘങ്ങളുടെയും കൂരിരുട്ടിൻ്റെയും ദിനം. ശക്തിയും പ്രതാപവുമുള്ള ഒരു ജനതതി അന്ധകാരം പോലെ പർവ്വതങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുന്നു. അതുപോലൊന്ന് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല, തലമുറകളോളം ഇനി ഉണ്ടാവുകയുമില്ല. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവ് ലോകത്തെ നീതിയോടെ വിധിക്കുന്നു. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിന് നന്ദി പറയും. അവിടുത്തെ അത്ഭുത പ്രവർത്തികൾ ഞാൻ വിവരിക്കും. ഞാൻ അങ്ങയിൽ ആഹ്ലാദിച്ചുല്ലസിക്കും. അത്യുന്നതനായവനെ, അങ്ങയുടെ നാമത്തിന് ഞാൻ സ്തോത്രം ആലപിക്കും. കർത്താവ് ലോകത്തെ നീതിയോടെ വിധിക്കുന്നു. അവിടുന്ന് ജനതകളെ ശകാരിച്ചു. അവിടുന്ന് ദുഷ്ടരെ നശിപ്പിച്ചു. അവരുടെ നാമം എന്നേക്കുമായി മായ്ച്ചു കളഞ്ഞു. തങ്ങൾ കുഴിച്ച കുഴിയിൽ തന്നെ ജനതകൾ വീണടിഞ്ഞു. തങ്ങൾ കുരുക്കിയ കെണിയിൽ അവരുടെ തന്നെ പാദങ്ങൾ കുരുങ്ങി. കർത്താവ് ലോകത്തെ നീതിയോടെ വിധിക്കുന്നു. എന്നാൽ കർത്താവ് എന്നേക്കുമായി സിംഹാസനസ്ഥനായിരിക്കുന്നു. ന്യായവിധിക്കാണ് അവിടുന്ന് സിംഹാസനം സ്ഥാപിച്ചത്. അവിടുന്ന് ലോകത്തെ നീതിയോടെ വിധിക്കുന്നു. അവിടുന്ന് ജനതകളെ നിഷ്പക്ഷമായി വിധിക്കുന്നു. കർത്താവ് ലോകത്തെ നീതിയോടെ വിധിക്കുന്നു. കർത്താവ് അരുൾ ചെയ്യുന്നു, ഇപ്പോൾ ലോകത്തിന്റെ അധികാരി പുറന്തള്ളപ്പെടും. ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. കർത്താവ് നിങ്ങളോട് കൂടെ. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് അക്കാലത്ത് യേശു ഊമനായ ഒരു പിശാചിനെ ബഹിഷ്കരിക്കുകയായിരുന്നു. ജനങ്ങൾ അത്ഭുതപ്പെട്ടു. അവരിൽ ചിലർ പറഞ്ഞു, അവൻ പിശാചുകളുടെ തലവനായ ബെൽസെബൂലിനെ കൊണ്ടാണ് പിശാചുകളെ ബഹിഷ്കരിക്കുന്നത്. വേറെ ചിലർ അവനെ പരീക്ഷിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു അടയാളം അവനോട് ആവശ്യപ്പെട്ടു. അവിടെ വിചാരങ്ങൾ അറിഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു, അന്ധചിത്രമല്ല രാജ്യം നശിച്ചു പോകും, അന്ധചിത്രമല്ല ഭവനമും വീണു പോകും. സാത്താൻ തനിക്ക് തന്നെ എതിരായി ഭിന്നിച്ചാൽ അവന്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? ഞാൻ ബെൽസെബൂലിനെ കൊണ്ട് പിശാചുകളെ പുറത്താക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു. ബെൽസെബൂലിനെ കൊണ്ടാണ് ഞാൻ പിശാചുകളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പുത്രന്മാർ
ആരെ കൊണ്ടാണ് അവയെ ബഹിഷ്കരിക്കുന്നത്? അതുകൊണ്ട് അവർ നിങ്ങളുടെ വിധികർത്താക്കളായിരിക്കും. എന്നാൽ ദൈവം കരം കൊണ്ടാണ് ഞാൻ പിശാചുകളെ പുറത്താക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. Praise the Lord. Hallelujah. Hallelujah. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ഈശോയെ, 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 ഈശോയെ. ഈശോയെ. സംഗീതം 47:47. God bless you. God bless you. God bless you. Thank you. Thank you. I love you. I love you വാക്ക് പറഞ്ഞ എല്ലാവർക്കും പേടിയില്ലേ? അയ്യോ, അച്ഛനെ പോയി ഐ ലവ് യു പറയാൻ പറ്റുമോ? ഐ ലവ് യു പറയാം, അവന് പ്രശ്നമല്ല. ഗോഡ് ബ്ലസ് യു. തനിച്ചെന്ത് പറയാൻ പാടില്ല. തനിച്ചെന്ത് ഐ ലവ് യു പറയാൻ പാടില്ല. മൊത്തത്തിൽ ഐ ലവ് യു പറയാം. അപ്പൊ ആ സ്നേഹം എനിക്ക് കിട്ടും. തനിച്ച് വന്നിട്ട് അച്ഛന്റെ പ്രസംഗം കൊള്ളാം, അച്ഛന്റെ പ്രാർത്ഥന കൊള്ളാം, ഐ ലവ് യു. അത് വേണ്ട. മൊത്തത്തില് എനിക്ക് ഐ ലവ് യു പറയുമ്പോ ആ ഗ്രേസ്, ആ ആശീർവാദം എനിക്ക് 10 ഇരട്ടിയായിട്ട് കിട്ടും. ഗോഡ് ബ്ലസ് യു മൈ ഡിയർ പീപ്പിൾ. രണ്ട് കരങ്ങളെയും ഇല്ല മാറ്റാം. ഇല്ല, അതില്ല. രണ്ട് കരം എപ്പോഴും ഉള്ളതുപോലെ രണ്ട് കരം പൊക്കുക. അത് വേണ്ട. തൊട്ടടുത്തുള്ള ആൾക്കാർ കരം പിടിച്ചുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. 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 ഞങ്ങളെ കാട്ടില്ല ഈ തമിഴച്ചൻ ഫാസ്റ്റ് ആയിട്ട് പോകുന്നുണ്ടല്ലോ. ഒരു വാക്ക് പറയും മുൻപേ അടുത്ത് ഞാൻ പറയാൻ തുടങ്ങിയില്ലേ? ഈശോയെ ഓർക്കുക, വചനം പറയുക, അത് വന്നുകൊണ്ടേയിരിക്കും. പിന്നെ ഈ ലൈവ് കാനഡാവിൽ ഉള്ള ഒരു കുടുംബം കണ്ടുകൊണ്ടിരിക്കുന്നു. നെറ്റ് സ്ലോ അല്ല, audience slow അല്ല, നെറ്റ് സ്ലോ. സൗണ്ട് കേൾക്കാതെ. യേസപ്പാவுக்கு நன்றி. ഫാദർ நல்லா இருக்கீங்களா? യേസപ്പാவுக்கு நன்றி. കഴിഞ്ഞ വെള്ളിയാഴ്ച നന്നായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഈ ലോറൻസ് ഫ്ലോറ നല്ല ഒരു ജോലി ഉണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ടു പോയി. ഈ ജോലി ഉണ്ടായിരുന്നത് കൊണ്ട് ഒരു ഭവനം മേടിച്ച് ലോൺ ഇട്ട്, അത് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഭവനത്തിൽ ലോൺ അടയ്ക്കാൻ പറ്റും. സെറ്റിൽഡ് ഇൻ കാനഡ. ഒരു ഹോട്ടൽ നടത്താൻ തുടങ്ങി. ഈ ഹോട്ടൽ നടത്തി തുടങ്ങി കുറച്ച് മാസങ്ങളെ ആയുള്ളൂ. ഇപ്പൊ വന്നിട്ട് പോയത് പോലും ആ മകൾദാം ഈ ലൈവ്ക്ക് ഇപ്പൊ പുതിയ ക്യാമറ, പുതിയ മൈക്ക്, അടുത്തത് അത് ഉദ്ഘാടനം ചെയ്യും. അടുത്തത് വരും. ഈ മകൾദാം അത് മേടിച്ചു കൊടുത്തത്. അടുത്ത പുതിയ ക്യാമറ, പുതിയ മൈക്ക് സിസ്റ്റം എല്ലാം മേടിച്ചു തന്നിട്ട് ഇന്നും ലൈവ് നന്നായിട്ട് നടത്താൻ വേണ്ടി. ഇപ്പൊ കാനഡയിൽ നിന്ന് വന്നായിരുന്നു. അവളുടെ ഭർത്താവുക്ക് ലാസ്റ്റ് ഫ്രൈഡേ ബുധനാഴ്ച വെള്ളിയാഴ്ച ജോലി ഇല്ലാതെ പോയി. പിന്നെ വെള്ളിയാഴ്ച പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇപ്പൊ ലൈവിലൊന്നും കേട്ടുകൊണ്ടിരിക്കും. അവളുടെ വീട്ടിൽ ഒരു വലിയ സ്ക്രീൻ ഉണ്ട്.
തിയേറ്റർ പോലെ അല്ല, ലൈവ് കണ്ടുകൊണ്ടിരിക്കുക. അച്ഛൻ വോയിസ് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അച്ഛൻ സാക്ഷ്യം പറയണമെന്ന്. ഏത് കമ്പനിയിലിരുന്ന് ഈ ലാറൻസ് മകന് ആ കമ്പനി പുറത്താക്കിയോ, ആ കമ്പനി തന്നെ വേറെ ഒരു സെറ്റപ്പിലേക്ക് തിരിച്ചു വിളിച്ച് നീ ഈ ജോലിയിൽ വീണ്ടും ജോയിൻ ചെയ്യണമെന്ന് എന്നതാ ഉച്ചയ്ക്ക് ആ ഒരു ഗുഡ് ന്യൂസ് കിട്ടി. അതുകൊണ്ട് ഇന്ന് വൈകിട്ട് പാദപൂജയില് എന്റെ ഭർത്താവ് ലാറൻസിന് വേണ്ടി, ആന്റണി ലാറൻസ് ഫുൾ നെയിം, ലാറൻസിന് വേണ്ടി അച്ഛൻ നന്ദി അർപ്പിച്ചിട്ട് പാദപൂജ നടത്തണം, നന്ദി അർപ്പിച്ചിട്ട് കുർബാന നടത്തണം എന്ന് ഈ ഫ്ലോറ മകൾ വോയിസ് മെസ്സേജ് വഴി അപേക്ഷിച്ചു. ഒറ്റ പാദപൂജ, ഒരുപാട് പാദപൂജ പ്രാർത്ഥിച്ചിട്ടില്ല. വിശ്വാസത്തെ നോക്ക്. ബുധനാഴ്ച ജോലി പോകുന്നുണ്ട്, വ്യാഴാഴ്ച ഭയങ്കര ബുദ്ധിമുട്ട്. ജോലി കിട്ടിയാല് അടുത്ത മാസத்துக்கு ഉரிய വീട്ടുക്ക് ഉரிய ലോൺ അടയ്ക്കാൻ പറ്റും. നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഹോട്ടൽ അതുക്കും ലോൺ അടയ്ക്കാൻ പറ്റും. 4 പേര് പാർട്ട്ണർ, ഇവൻ മെയിൻ പാർട്ട്ണറാണ്. ഇത് രണ്ടും ജോലി ഉണ്ടെങ്കിൽ മാത്രമേ ശരിയാക്കാൻ പറ്റൂല്ലെങ്കിൽ പറ്റൂല. അങ്ങനെ മക്കളെ നോക്കണം. ഈ മകനുடைய മകൻ റയാൻ താ തിരിച്ചിലിരിക്കുമ്പോ എനിക്ക് നടന്നത്. ഇതാ ഫസ്റ്റ് അത്ഭുതം. ഈ വീട്ടിൽ ഒരുപാട് അത്ഭുതമുണ്ട്. ഇങ്ങനെ നടക്കും. റയാൻ ഇപ്പൊ വലിയ പയ്യനായി. അവൻ തിരിച്ചില് കൊണ്ടുവരുമ്പോ ഇങ്ങനെ പോയിക്കിട്ട് വന്നു ഈ ലാറൻസും ഫ്ലോറയും. അപ്പൊ തിരിച്ചില് നാം പറഞ്ഞു പ്രാർത്ഥിച്ചിട്ട് വൈകിട്ട് കൊണ്ടുപോവാ. ആറ്റിലിருந்து കുറച്ച് മണൽ കൊണ്ടുവരിക, ഒരു രണ്ടടിക്ക് കുഴിക്കുക, കുഴിച്ചിട്ട് ഈ ആറ്റുമണൽ അതിലിടുക, ഇവന്റെ കാല് രണ്ടിയും അതിൽ കുഴിച്ചിടുക, പതയ്ക്കണം, കുഴിച്ചിടുക. 1 മണിക്കൂർ നിങ്ങൾ കൂടെ നിൽക്കണം. അതുപോലെ കുറച്ച് പ്രാവശ്യം ചെയ്യണം. ഉറപ്പായിട്ട് ഈ റയാൻ മകൻ എണിച്ച് നടക്കും. നടന്ന ശേഷം ഇവന് കനഡക്ക് കൊണ്ടുപോയി. ഇവൻ ലാറൻസ് മുന്നമേ സമ്പാദിക്കാൻ പോയി. ഭാര്യയും മകനെയും ഇവിടെ ഇങ്ങനെ നടക്കാൻ പറ്റാതെ കുഞ്ഞാണത് കൊണ്ട് ഇവിടെ വിട്ടിട്ട് പോയി. പിന്നെ അവിടെ ട്രിവാൻഡ്രത്തിലിருந்து എനിക്ക് ട്രാൻസ്ഫർ തിരുച്ചിറപ്പള്ളി രൂപതയ്ക്ക് കിട്ടി. ആ തിരുച്ചിറപ്പള്ളി ഗോൾഡൻ ട്രാക്ക് 100 വർഷമായ ഓൾഡ് പള്ളി, ബ്രിട്ടീഷുകാരൻ പണിഞ്ഞ പള്ളിയാണ്. അവിടെ ഈ കുട്ടി പ്രാർത്ഥിക്കാൻ വരുമ്പോ അവിടെ ഈ റയാൻ എണിച്ച് നടന്നത് ആദ്യത്തെ അത്ഭുതമാണ്. അന്ന് മുതൽ എത്ര വർഷമായാലും എപ്പോഴും പ്രാർത്ഥിക്കുകയും പാദപൂജയിൽ പങ്കിടുകയും ധ്യാനത്തിൽ പങ്കിടുകയും ചെയ്യുന്ന ഒരു കുടുംബമാണ്. ഇപ്പൊ പെട്ടെന്ന് അത് ദൈവം പരീക്ഷിക്കും. ഒന്ന് കൊടുത്ത് ഇന്നൊന്ന് പരീക്ഷിക്കും, മറ്റൊന്ന് കൊടുത്ത് വീണ്ടും പരീക്ഷിക്കും. അങ്ങനെ മകൻ നടന്ന് പിന്നെ എന്റെ മകൾ എന്റെ മേലെ വിശ്വാസമുണ്ട്, എങ്ങനെ വീണ്ടും പരീക്ഷിക്കാനുള്ള നല്ല ഒരു ഭവനം മേടിക്കാൻ അവസരം തന്നു. ഭവനം മേടിച്ച് സെറ്റിൽഡ്. അടുത്തത് അതിനുശേഷം ഒരു വലിയ ഹോട്ടൽ മേടിച്ച് അതിനടുത്ത് അടുത്ത് വീണ്ടും ഒരു അടി. അപ്പോ കരഞ്ഞ് പ്രാർത്ഥിച്ചു. കഴിഞ്ഞ വെള്ളിയാഴ്ച പാത്തുപൂജയില്ല അവള് ലൈവിൽ പങ്കെടുത്ത് ഇന്ന് ജോലി കിട്ടി. ഉച്ചയ്ക്ക് ഇപ്പൊ ജോയിൻ ചെയ്ത് ലൈവ് കണ്ടുകൊണ്ടിരിക്കുക. ദൈവരാജ്യം നിങ്ങളുടെ വന്നു കഴിഞ്ഞിരിക്കുന്നു. എപ്പോ വിശ്വസിച്ചാൽ സന്തോഷത്തോട് സമാധാനത്തോട് തൊട്ടടുത്തുള്ള വ്യക്തിയെ കരം പിടിച്ച് ദൈവരാജ്യം നമ്മുടെ ഇടയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെ വന്നു കഴിഞ്ഞിരിക്കുന്നു? വിശ്വാസത്തോടെ സ്നേഹത്തെയും കരുതലെയും കാരുണ്യത്തെയും ആ തിരുക്കുടുംബം എന്ന് അറിയപ്പെടുന്ന ആ കുടുംബ സവിശേഷതകൾ ഉൾക്കൊണ്ട എല്ലാ ഗുണങ്ങളെയും സവിശേഷതകളെയും അനുഭവിക്കുന്ന ഒരു അന്തരീക്ഷം ആ കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ വന്നു കഴിഞ്ഞിരിക്കുന്നു. നിന്റെ ഭർത്താവ് നല്ല ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ പറ്റുമെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ വന്നു കഴിഞ്ഞിരിക്കുന്നു. നിന്റെ ഭാര്യയെ നല്ല രീതിക്ക് അടിച്ചിട്ട് സ്നേഹിക്കണം, ഇല്ല അടിച്ചിട്ട് കൊടുത്തിട്ട് സ്നേഹിക്കണം. ദൈവരാജ്യം വരൂല. നിന്റെ ഭാര്യയെ ആത്മാർത്ഥമായിട്ട് നല്ല രീതിക്ക് സ്നേഹിക്കാൻ പറ്റുമെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ മതിയെ വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നർത്ഥം. മക്കളെ ഭീഷണിപ്പെടുത്താതെ തന്നെ നല്ല രീതിക്ക് അറവണിച്ച് കൊണ്ടുപോകുന്ന ആ അന്തരീക്ഷം നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ദൈവരാജ്യം വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നർത്ഥം. പ്രത്യേകം കുഞ്ഞു കുട്ടികളെ നല്ല രീതിക്ക് വളർത്തുകയും വാർത്തെടുക്കുകയും നല്ല രീതിക്ക്
മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വഴികളെയും തടങ്ങളെയും കാണിച്ചു കൊടുക്കുന്ന ഒരു അന്തരീക്ഷത ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ദൈവരാജ്യ നിങ്ങൾ കണ്ടുമുട്ടാൻ വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള അർത്ഥത്തെ നമ്മൾ കാണാൻ പറ്റും, അറിയാൻ പറ്റും, അനുഭവിക്കാൻ പറ്റും. ഇപ്പോ കടബാധമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, പ്രാർത്ഥിച്ച് കിട്ടുന്നില്ല എന്നുള്ള അന്തരീക്ഷം ജീവിച്ചു കൊണ്ടിരിക്കുന്ന അറവിശ്വാസം, കുറവിശ്വാസം, കുറഞ്ഞ വിശ്വാസം, കുരുട്ട് വിശ്വാസം, അറവിശ്വാസം, കുറഞ്ഞ വിശ്വാസം, കുരുട്ട് വിശ്വാസം, കുറവാണ് വിശ്വാസം, ഇങ്ങനെ ഉള്ള വ്യക്തികള് തീർച്ചയായിട്ട് ഈ പാദപൂജ വഴിയായിട്ട് എങ്ങനെ ഈ ഫ്ലോറ ഈ പാദപൂജയിൽ ഒറ്റ പാദപൂജയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രാർത്ഥിച്ചത് ഒറ്റ പാദപൂജ, ഈ പാദപൂജ അടുത്ത പാദം സാക്ഷ്യം പറയും എന്നുള്ള വിശ്വാസം. അപ്പൊ ഇതുപോലെ ബുദ്ധിമുട്ട് ഒരുപാട് പാദപൂജ പങ്കെടുക്കുന്ന ആൾക്കാരുണ്ട്, കടബാധമുള്ള ആൾക്കാർ ഇവിടെ കൂടുതലുണ്ട്. പക്ഷെ ആൾക്കാർക്കെല്ലാം എപ്പോ അത്ഭുതം നടക്കും, എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള വിഷമം, ബുദ്ധിമുട്ട്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ദൈവരാജ്യം വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു അടയാളം എന്നെ കൊണ്ട് പറയാൻ പറ്റോ എന്നുള്ള ഒരു ചോദ്യം ചോദിക്കണമെങ്കിൽ അതിന് ഉത്തരം എന്നെ കൊണ്ട് വിശ്വസിക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള ആദ്യത്തെ ഒരു ചോദ്യം ചോദിക്കണം. ദൈവരാജ്യം കാണാൻ പറ്റോ, കണ്ടു കഴിയാൻ പറ്റോ എന്നുള്ള ചോദ്യം ചോദിക്കും മുൻപ് എന്നെ കൊണ്ട് വിശ്വസിക്കാൻ പറ്റോ എന്നുള്ള ആദ്യത്തെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ നിൽക്കുന്ന ദൂരത്തിൽ കാനഡയിൽ നിന്ന് ഈ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അവൾക്ക് വിശ്വാസമുണ്ട്. ഈ ബാബിനിയായ പെണ്ണ് പോലെ, ഈ വിചാരത്തിൽ പെട്ടുപോയ പെണ്ണ് പോലെ, ഈ കാനാൻകാരിയെ പോലെ അങ്ങനെ വിശ്വാസം, ആ വിശ്വാസമാണ് ബാബിനിയ സ്ത്രീ തൊടുവാണ്, അത്ഭുതം നടക്കുന്നുണ്ട്. ഈ ഫ്ലോറ മകൾ കാനഡയിൽ നിന്ന് തൊടുന്നുണ്ട്, പാദപൂജയിൽ ലൈവായിട്ടിരിക്കുന്ന ആ സാന്നിധ്യത്തെ തൊടുന്നുണ്ട്. ഈശ്വര സാന്നിധ്യം ഇവിടെ മാത്രമല്ല ലോകം മുഴുവനുമുണ്ട്. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന അവൾ ആ ആരാധനയിലിരിക്കുന്ന സാന്നിധ്യത്തോട് നിലനിൽക്കുന്ന ഈശോയെ പാദപൂജ വഴിയിട്ട് തൊടുക. ഇവിടെ നമുക്ക് നേരിട്ട് ഇറങ്ങി വരുന്നുണ്ട് ഈശോ, അവിടെ വിശ്വാസം വഴി തൊടുന്നുണ്ട്. അത്ഭുതം നടക്കുന്നുണ്ട്. ഭർത്താവുക്ക് സൂപ്പർ ജോലി കിട്ടി, ഇപ്പൊ പേടിക്കണ്ട. അതേപോലെ ചില വ്യക്തിക്ക് പാദപൂജ ആയിരിക്കാം, ചില വ്യക്തി വയറ്റിൽ മഴയായിരിക്കാം, ചില വ്യക്തികൾക്ക് സന്താന സൗഭാഗ്യമായിരിക്കാം, ചില വ്യക്തികൾക്ക് വസ്തു വിൽക്കുന്നില്ല എന്നുള്ള ബുദ്ധിമുട്ടായിരിക്കാം, ചില വ്യക്തിക്ക് ഷോൾഡർ പെയിൻ ആയിരിക്കാം, ചില വ്യക്തികൾക്ക് തലവേദനയായിരിക്കാം, ചില വ്യക്തികൾക്ക് മൂക്കടപ്പായിരിക്കാം, ചില വ്യക്തികൾക്ക് ഇവിടെ ഈ ചവ് വളർന്നിരിക്കാം, ചില വ്യക്തികൾക്ക് യൂസ്റ്റിനോപോളി ആയിരിക്കാം, ചില വ്യക്തികൾക്ക് ക്യാൻസർ ആയിരിക്കാം, ചില വ്യക്തികൾക്ക് അൾസർ ആയിരിക്കാം, ചില വ്യക്തികൾക്ക് മുട്ടുവേദനയായിരിക്കാം, ചില വ്യക്തികൾക്ക് ബാഡി മുഴുവനും വേദനയായിരിക്കാം, ചില വ്യക്തികൾക്ക് ഇരിക്കാൻ വയ്യ, എനിക്കാൻ വയ്യ, മുക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, അങ്ങനെയായിരിക്കാം, ചില വ്യക്തികൾക്ക് തുടങ്ങിയ ഭവന പണി തീർക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കാം, ചില വ്യക്തികൾക്ക് എന്റെ നാത്ത് മരിച്ചാൽ കൊള്ളാമെന്നുള്ള അങ്ങനെ ഒരു ദ്രോഹിക്കുന്ന ഒരു മനസ്സായിരിക്കാം, ചില വ്യക്തികൾക്ക് എന്റെ നാത്തും നന്നായിരിക്കും, നാണവും നന്നായിരിക്കണം, എന്റെ അനിയനും നന്നായിരിക്കണം, എന്റെ ചേട്ടനും നന്നായിരിക്കണം, അങ്ങനെ ഒരു ഇതായിരിക്കാം. ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് തീർച്ചയായിട്ടും കൃപ കിട്ടുന്ന ദൈവരാജ്യം നമ്മുടെ ഇടയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നൊരു അന്തരീക്ഷത്തെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ദൂരെ നിൽക്കുന്ന ആ മകൾക്ക് കിട്ടിയ അത്ഭുതം ഇവിടെ നിങ്ങൾക്കും കിട്ടും. അങ്ങനെ അത്ഭുതം കിട്ടാൻ വേണ്ടി ഇപ്പൊ 2 കരങ്ങൾ സരസിൽ വെച്ചുകൊണ്ട് ദൈവരാജ്യം നമ്മുടെ ഇടയിൽ വന്നു കഴിഞ്ഞു. 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 ദൈവമേ എന്നെ അനുകരിക്കണമേ. ദൈവമേ എന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. ദൈവമേ അങ്ങയുടെ കരം എന്നോട് കൂടെ ഉണ്ടായിരിക്കണമേ. ദൈവമേ എല്ലാ വിപത്തുകളും എന്നെ കാത്തുകൊള്ളണേ. ദൈവമേ എന്നെ അനുകരിക്കണമേ. ദൈവമേ എന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. ദൈവമേ അങ്ങയുടെ കരം എന്നോട് കൂടെ ഉണ്ടായിരിക്കണമേ. ദൈവമേ എല്ലാ വിപത്തുകളും എന്നെ കാത്തുകൊള്ളണേ. ദൈവമേ എന്നെ അനുകരിക്കണമേ. ദൈവമേ എന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. ദൈവമേ അങ്ങയുടെ കരം എന്നോട് കൂടെ ഉണ്ടായിരിക്കണമേ.
കൂട്ടായിരിക്കണമേ. ദൈവമേ, എല്ലാ വിപത്തുകളും കാത്തുകൊള്ളണേ. സങ്കീർത്തനം 47:1. God bless you, God bless you, God bless you, my people, God bless you all, God bless you all. ഒറ്റവലി ഈശോയേ, 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 ഈശോയേ. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. സഹോദരരെ, നിങ്ങളുടെ ബലിയിൽ സർവശക്തനായ ദൈവത്തിന് സ്വീകാര്യം മകനോട് പ്രാർത്ഥിക്കുവിൻ. കർത്താവ്, ഈ ബലിയുടെ ഓർമ്മ ആഘോഷിക്കുമ്പോഴെല്ലാം ഞങ്ങളുടെ പരിത്രാന്തയുടെ കർമ്മമാണ് നിവർത്തിക്കപ്പെടുന്നത്. അതിനാൽ ഈ ദിവ്യ രഹസ്യങ്ങളിൽ യഥായോഗ്യം പങ്കെടുക്കാൻ അനുഗ്രഹിക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടോളണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിനെ പ്രകാശിപ്പിക്കാം. കർത്താവ്, പരിശുദ്ധനായ പിതാവ്, സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്കും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരമാണല്ലോ. അങ്ങനെ ഞങ്ങൾ ജീവിക്കുകയും ചരിക്കുകയും ആയിരിക്കുകയും ചെയ്യുന്നു. രൂപപ്പെട്ട ഈ ശരീരത്തിലായിരിക്കുമ്പോൾ ഞങ്ങൾ അങ്ങേ കാരുണ്യത്തിന്റെ ഫലങ്ങൾ അനുദിനം അനുഭവിക്കുക മാത്രമല്ല, ഇപ്പോൾ നിത്യതയുടെ ആചാരം കരഗതമാക്കുകയും ചെയ്തിരിക്കുന്നു. യേശുവിനെ മരിച്ചവനെ ഉയർപ്പിച്ച ആത്മാവ് വഴി അവിടുത്തെ പ്രഥമ ഫലങ്ങൾ സ്വീകരിച്ചു അവൻ ഞങ്ങൾക്ക് നിത്യമായ പെസഹ രഹസ്യമായിരിക്കുന്നു പ്രത്യാശിക്കുന്നു. ആകയാൽ ഞങ്ങളുമെല്ലാം മാലാഖമാരോടൊപ്പം അങ്ങ് സ്തുതിച്ചുകൊണ്ട് ആഹ്ലാദപൂർവകമായ ആഘോഷത്തോടെ ആലപിക്കുന്നു. Hosanna
തിരുനാമത്തിൽ വരുന്നോരിനിക്കും ധന്യരുതാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവ്വവിശ്വരുടെ ഗുണമയങ്ങ സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാത്മജഗനം പോലെ ഈ കാണിക്കുകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തെരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റ കൊടുക്കപ്പെട്ട് സുമ്മന സ്ഥലപ്പിടകിൽ സഹിച്ചപ്പോൾ അപ്പം എടുത്ത് കിരഞ്ഞ പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുമേ. എന്നും ഇതിനെങ്കിൽ വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എന്റെ ശരീരം ആകുന്ന. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കിരഞ്ഞ പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങിയതിൽ നിന്ന് കുടിക്കുവേ. എന്നൊന്നാണ് ഇതിനെങ്കിലും വേണ്ടി അനേകർക്ക് വേണ്ടി പാമ്പ് മോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്നു എന്റെ രക്തത്തിന്റെ നവീനവും സനാതനമായ ഉടനടി പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസന്റെ രഹസ്യം. ആകയാൽ കർത്താവ് എടുത്ത മരണവും ഉയർപ്പും ഓർത്തുകൊണ്ടെങ്കിൽ തിരുമുമ്പിൽ നിൽക്കുന്നതിനും എങ്കിൽ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തത് നന്ദി പറഞ്ഞു കൊണ്ട് ജീവന്റെ അപ്പവരുടെ പാനപത്രങ്ങളെ കൈക്കർപ്പിക്കണം. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നാചരിക്കാനും താമണികളെ ഉപേക്ഷിക്കണം. കർത്താവ് ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന സഭ ഓർക്കണം. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ ലയോ പാപ്പയോടും ഞങ്ങളുടെ രൂപതക്രൻസൻസാൽമെത്രാനോടും സഹമെത്രാൻ സെൽവരാജോടും വൈദിക കണത്തോടും മറ്റ് സഭയെങ്കിൽ സ്നേഹത്തിന്റെ എത്തിക്കണമേ. ഈ ലോകത്തിലെങ്കിൽ പക്കലേക്ക് വിളിച്ചെങ്കിൽ ദാസൻ ദാസ് പ്രത്യേകം ദിവ്യയിൽ പങ്കെടുത്തും അൽത്താരിക്ക് മുൻപാകെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കുടുംബത്തെ മരിച്ചുപോയ എല്ലാ ആൺമക്കളെയും, ദുർമനോഴിയേറ്റ് മരിച്ചുപോയ ആൺമക്കളെയും, ആത്മനോഴിയേറ്റ് മരിച്ചുപോയ ആൺമക്കളെയും, അഭാഷണ വഴിയേറ്റ് മരിച്ചുപോയ ആൺമക്കളെയും, ശുദ്ധീകരണ സമയത്തുള്ള ആൺമക്കളെ സജ്ജ പ്രാർത്ഥിക്കുന്നു. അങ്ങേ പുത്രന്റെ മരണത്തിന് സത്യത്തിന്റെ ഉണ്ണാത്തിന്റെ എല്ലാവരുടെ ഉദ്ധാനത്തിന് ഉണ്ടാക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടെ എത്ര സഹോദരങ്ങളെയും ഇങ്ങനെ കാരണത്തിന് മരണമഞ്ച സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിൽ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ എല്ലാവരിലും കനിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവിയെ പരിശുദ്ധ കന്യകാമരെ തൊടുമ കന്യകയുടെ ഭർത്തായി ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതര അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളെ പ്രസാദിപ്പിച്ച വിശുദ്ധരോടും ഒത്ത് നിത്യജീവന് പങ്കുചേരങ്ങൾ അർഹനാക്കുകയും അങ്ങ് പുത്രനായ യേശു ക്രിസ്തുവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തു തന്നെ സർവശക്തനായും പിതാവുമായ അങ്ങയ്ക്ക് പരിശുദ്ധാത്മാവുള്ള ഐക്യത്തിലുള്ള ബഹുമതി മഹത്വം എന്നും എന്നയിക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ഭുതരായും ദിവ്യ ഉപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം.
വരണത്തിൻ രാജ്യം സ്വർഗ്ഗത്തിലെ നിന്നും ആയിരം അന്നു വേണ്ടുന്ന ആഹാരങ്ങൾ ഞങ്ങൾക്കു നൽകുമാറായിടേണം. ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുന്നു, ഞങ്ങളുടെ ദ്രോഹം നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ നിന്നോട് കാത്തിടേണം. കർത്താവ് എല്ലാ തിന്മകളും ഞങ്ങളെ മോചിപ്പിക്കണം. ഞങ്ങളുടെ ദിനങ്ങളെ സമാധാനം കനിവാന്ത് നൽകണമേ. അനുകർപ്പണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പരിശുദ്ധയുടെ സഹായത്താൽ ശക്തി പ്രാവശ്യങ്ങൾ എപ്പോഴും പാവത്തല മുഷിതരാകും. എല്ലാ വിപത്തുകളും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്ന എന്റെ സമാനം ഞാൻ തരുന്ന ഞങ്ങൾ അപ്പോസ്തലന്മാരുടെ ചെയ്ത കർത്താവ് യേശു ക്രിസ്തു ഞങ്ങളുടെ പാവങ്ങളെ പിന്നെയും അങ്ങ് സഭയുടെ വിശ്വാസം തിരുക്കൻ പാത്തങ്ങ് തിരുവുലം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും കണിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. സമാധാനം സമാധാനം സമാധാനം. ഉയരാനവാ ഉറവാനവാ എന്നുയിരോട് ഉറവാനവാ എൻ ഉയിരോട് ഉറവാനവാ ഉയരാനവാ ഉറവാനവാ എൻ ഉയിരോട് ഉറവാനവാ എൻ ഉയിരോട് ഉറവാനവാ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാവങ്ങൾ നിൽക്കുന്നവർ, ഈ കുഞ്ഞാട് വരുന്നതിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. ക്രിസ്തുവിന്റെ ശരീരവും രക്തവും നമ്മെ എത്തിജ്വലിക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ.
അപ്പമായി മാറിയ അനന്ത സ്നേഹമേ ഈശോയേ. എന്നെ നയിക്കുന്ന കാരുണ്യമേ. ഈശോയേ ദിവ്യകാരുണ്യമേ. ഈശോയേ ദിവ്യകാരുണ്യമേ. പാത്രത്തിൽ വാങ്ങി ഭക്ഷിക്കും കൂടി ഈശോയേ ദിവ്യകാരുണ്യമേ. ഈശോയേ ദിവ്യകാരുണ്യമേ. ജീവശ്വാസം നാഥാ നിന്റെ കൃപയല്ലോ. അപ്പമായി മാറി അനന്ത സ്നേഹമേ ഈശോയേ. നിറയുന്ന പുണ്യമേ എന്നെ നയിക്കുന്ന കാരുണ്യമേ.
ഈശോയെ ദിവ്യകാരുണ്യമേ, ഈശോയെ ദിവ്യകാരുണ്യമേ. ഒരേ പാത്രത്തിൽ നിന്നും വാങ്ങി ഭക്ഷിക്കും പോലെ ഈശോയെ ദിവ്യകാരുണ്യമേ, ഈശോയെ ദിവ്യകാരുണ്യമേ. ശ്വസിക്കും പ്രാണനിൽ നാഥാനിൻ തിരുനാമം അപ്പമായി മാറിയ അനന്ത സ്നേഹമേ ഈശോയേ, നിറയുന്ന പുണ്യമല്ലീ എന്നെ നയിക്കുന്ന കാരുണ്യമേ. ഈശോയേ, എന്റെ ഈശോയേ, ഈശോയേ, എന്റെ ഈശോയേ, എന്റെ ഈശോയേ ദിവ്യകാരുണ്യമേ, ഈശോയേ ദിവ്യകാരുണ്യമേ.
സ്നേഹമുള്ളവരെ, നല്ലവനായ ക്രിസ്തുരാജനങ്ങളെവരും സമത്വം അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. ഇതേപോലെ പോകുന്ന മക്കളെയും കുറിച്ചടി കണ്ടു പോകുന്ന മക്കളെയും കാട്ടാക്കട പ്രദേശത്ത് ജീവിക്കുന്ന എല്ലാ മക്കളും സമത്വം അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. തൊട്ടടുത്തുള്ള എല്ലാ ഇടവുകളുള്ള എല്ലാ കുടുംബങ്ങളെയും സമത്വം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നാനാജാതി മക്കളെയും നല്ലവനായ ക്രിസ്തുരാജ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുനാൾ നവംബർ 13 മുതൽ 23 വരെ നമ്മുടെ അടുത്ത മാസം തിരുനാൾ ഉണ്ടായിരിക്കും. ക്രിസ്തുരാജയുടെ തിരുനാൾ ഉണ്ടായിരിക്കും. 14-ാം തീയതിയും 24-ാം തീയതിയും കുർബാനയുടെ പൈസ 1000 ആയിരിക്കും. ഇടയ്ക്കുള്ള ദിവസങ്ങൾ 500 രൂപ ആയിരിക്കും. തീർത്ഥാടകർക്ക് 250 ആയിരിക്കും. കുർച്ചടി അലങ്കാരം ഈ വർഷം നമ്മൾ നേർച്ചയായി വെച്ചിട്ടുണ്ട്. അത് 500 രൂപ ആയിരിക്കും, 500 ആയിരിക്കും. പ്ലോട്ട് അലങ്കാരം നിങ്ങൾ കുടുംബ വകയായിട്ടും ചെയ്യാം, യൂണിറ്റ് വകയായിട്ടും ചെയ്യാം. തീർത്ഥാടകരും റെഡി ആയിക്കൊണ്ടിരിക്കുക. നമ്മൾ 5 to 7 പ്ലോട്ട് പ്രതീക്ഷിക്കുന്നു. 5 പ്ലോട്ട്, അതുപോലെ 5 to 7 പ്ലോട്ട് പ്രതീക്ഷിക്കണം. അത് തീർത്ഥാടകർ ദിവസമായിരിക്കും. 21-ാം തീയതി ആയിരിക്കും. 21-ാം തീയതി ദീപാവലി നേതൃത്വം നൽകുന്നത് ആ തീർത്ഥാടകരായിരിക്കും. അന്നുതാ ഈ പ്ലോട്ടും ഉണ്ട്, തേരും ഉണ്ട്. അപ്പോൾ നല്ല രീതിക്ക് ഇപ്പോഴേ എന്റെ കുടുംബ വകയായിട്ട് ഞാൻ നേർച്ച വെച്ചിട്ടുണ്ട് അന്തോണീസ് പുണ്യാളൻ. എന്റെ കുടുംബ വഴിയായിട്ട് ഞാൻ അൽഫോൻസാ നേർച്ച വെച്ചിട്ടുണ്ട് എന്ന് ആഗ്രഹിക്കുന്നവർ. എന്റെ കുടുംബ വകയായിട്ട് ഞാൻ മദർ തെരേസ പ്ലോട്ട് നേർച്ച വെച്ചിട്ടുണ്ട് എന്ന് ആഗ്രഹിക്കുന്നവർ. എന്റെ കുടുംബ വകയായിട്ട് വർഗീസ് പുണ്യാളനും സെബാസ്റ്റ്യാൻസ് പുണ്യാളനും ഞാൻ നേർച്ച വെച്ചിട്ടുണ്ട് ആഗ്രഹിക്കുന്നവർ. അത് നിങ്ങൾ പ്ലോട്ട് ചെയ്യാം. ഇടവക ക്രിസ്തുരാജാവ് പൊക്കും. മറ്റേ നിങ്ങൾ തീർത്ഥാടകരും മറ്റു കുടുംബങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹീറോയിനെ നോക്കാം. ചിലപ്പോ ബെല്ലാച്ചൻ അൽഫോൻസമ്മയെ പൊക്കും. അൽഫോൻസമ്മ അല്ലെങ്കിൽ അന്തോണീസ് പുണ്യാളൻ. എനിക്ക് ഹീറോ ഉണ്ട്, ഹീറോയിൻ ഏതെങ്കിലും ഒന്ന് ഞാൻ ഈ വർഷം ഒരു പ്ലോട്ട് ഉണ്ടാക്കും. ക്രിസ്തുരാജ ഇടവക തീർത്ഥാടകർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, നിങ്ങൾ കുടുംബത്തെ ഇഷ്ടമുള്ളത് നിങ്ങൾ പ്ലോട്ട് ഉണ്ടാക്കാം. അത് മുന്നേ എന്ന് പറഞ്ഞാൽ സ്വരൂപമില്ലാത്തവർ പ്ലോട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട്. അന്തോണീസ് പുണ്യ എനിക്ക് എൻ്റെ അടുത്ത് ഇല്ല എന്ന് ആഗ്രഹിക്കുന്നവർ ഞാൻ അന്തോണീസ് പുണ്യാണ് തരാം. അതുപോലെ മദർ തെരേസ ഇല്ല എന്ന് ആഗ്രഹിക്കും. അത് മുന്നമേ വന്ന് വരണം. 21-ാം തീയതി പ്ലോട്ടിന് 20-ാം തീയതി എൻ്റെ അടുത്ത് വരാൻ പാടില്ല. ഇപ്പോഴേ പറഞ്ഞാൽ അതനുസരിച്ച് എല്ലാ സ്വരൂപങ്ങളും റെഡിയാക്കി വെച്ചേക്കാം. നമ്മള് ഈ പ്രാവശ്യം നല്ല രീതിക്ക് ആഘോഷിക്കണം, നല്ല ഗംഭീരമായിട്ട് ആഘോഷിക്കണം ഈ പെരുന്നാൾ. അടുത്ത വർഷം പള്ളി ഉദ്ഘാടനം ഉള്ളത് കൊണ്ട് ഗംഭീരമായിട്ട് ആഘോഷിക്കണം. നാളെ മുതൽ പൂവച്ചൽ പെരുന്നാൾ തുടങ്ങുന്നു. നാളെ വൈകിട്ട് 6 മണിക്ക് ഭാരത അനുസ്മരണ ദീപാവലിയായിരിക്കും. അതിനെ തുടർന്ന് ഞായറാഴ്ച വൈകിട്ട് 5:30 ബൈബിൾ പാരായണം, തിരുനാൾ കൊടിയേറ്റ് 6:45. തുടർന്ന് സമൂഹ ആഘോഷമായിട്ടുള്ള ദീപാവലി മിക്ക കാർമേകൻ റവറൻ ഫാദർ ജോസഫ് അഗസ്റ്റിൻ കാട്ടാക്കട ഫൊറോണാവുകാരി നേതൃത്വം നൽകുന്നത് മതബോധനം. എല്ലാ ദിവസങ്ങളും സ്നേഹപൂർവ്വമുണ്ട്. യു ആർ ആൾ വെൽക്കം, മോസ്റ്റ് വെൽക്കം. പൂച്ചല് എല്ലാ ദിവസവും സ്നേഹപൂർവ്വമുണ്ട്. അവിടെ നോട്ടീസ് അവിടെ വെച്ചിട്ടുണ്ട്, നിങ്ങൾ എടുക്കാം, അറിയാം, പങ്കെടുക്കാം. 98-ാമത്തെ തിരുനാള് അതിൽ സെന്റിനറി രജത ജൂബിലി ആഘോഷിക്കാൻ പോകും. അടുത്ത വർഷം തുടങ്ങും. അത് ഒരു വലിയ ആഘോഷമായിട്ട് നമ്മൾ തുടർന്ന് ചെയ്യാം. പൂവച്ചൽ പള്ളി 98, അതിനടുത്ത് സെഞ്ചുറി അടിക്കാൻ പോവാം. പള്ളി പെയിന്റ് അടിച്ചിട്ടുണ്ട്, പുതിയ കൊടിമരം വെച്ചിട്ടുണ്ട്. യൂറോ കാണിൽ ഇതെടുത്തിട്ട് അത് അല്ല കോളേജ് വരുന്നത് കൊണ്ട് പൂവച്ചലും ഒരു നല്ല രീതിക്ക് പറഞ്ഞുള്ള ആശീർവാദം ദൈവം കണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ പങ്കെടുക്കാം. നാളെ ദിവ്യബലി കാലത്തായിരിക്കും. നമ്മെ പറഞ്ഞിട്ടുണ്ട്, ചില പള്ളി പനി സംബന്ധിച്ചാലും ഇടയ്ക്കിടയ്ക്ക് വൈകിട്ട് കാലത്ത് വരും. அதனால என்னடா ஒரு மூடு வந்தா വൈകിട്ട് വയ്ക്കുന്നുണ്ട്, മറ്റൊരു മൂട് വന്നാ കാലത്ത് വയ്ക്കുന്നുണ്ട്, അങ്ങനെ ചിന്തിക്കേണ്ട. ഇപ്പൊ ഈ ദിവസങ്ങളിൽ ഞാൻ എപ്പോഴും ശനിയാഴ്ച ദീപാവലി കാലത്ത് വയ്ക്കുന്നുണ്ട്. ഇടയ്ക്ക് വൈകിട്ട് ഇതുപോലെ പള്ളി പനിക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് കൊണ്ട് അത് നാളെ കാലത്തായിരിക്കും ദീപാവലി. വൈകിട്ട് നാളെ മുതൽ വരുന്ന ഞായറാഴ്ച വരെ ദീപാവലി പൂവച്ചല് വൈകിട്ടായിരിക്കും. 19-ാം തീയതി 10 മണിക്കായിരിക്കും ഞായറാഴ്ച.
അപ്പൊ ഞായറാഴ്ച മുതൽ അടുത്ത ശനിയാഴ്ച വരെ വൈകിട്ടായിരിക്കും. 19-ആം തീയതി 10 മണിക്കായിരിക്കും പെരുന്നാൾ ദിവ്യബലി. കാട്ടാക്കട ശിശുവൽ 6:45. 5:30 ആരാധന, തുടർന്ന് 6:45 ദിവ്യബലി, 7:10 തീരും. മറ്റേ കൗൺസിലിംഗ്, കൺഫെഷൻ, കുമ്പസാറും എങ്ങനെയെല്ലാം ഉണ്ടായിരിക്കും. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു മൈ പീപ്പിൾ. നല്ല ഉള്ളങ്ങൾ പെയിന്റ് മേടിച്ചു വെച്ചിട്ടുണ്ട്. ക്രിസ്തുരാജാവിന്റെ പ്രൈമർ, വൈറ്റ് സിമെന്റ് പ്രൈമർ. ദൈവം നിങ്ങളുടെ സമത്വം അനുഗ്രഹിക്കട്ടെ. സ്ഥല ഉള്ളങ്ങൾ പാദപൂജയ്ക്ക് വേണ്ടി അരി മേടിച്ചു വെച്ചിട്ടുണ്ട്. ആ കുടുംബത്തെ ദൈവം സമത്വം അനുഗ്രഹിക്കട്ടെ. അരി എന്തൊക്കെയോ മേടിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ പാദപൂജയ്ക്ക് വേണ്ടി അരിയോ തേങ്ങയോ പയറോ ഇങ്ങനെ ആഗ്രഹിക്കുന്നവർ ആ പാദപൂജ ക്രിസ്തുരാജാവട്ടെ വെച്ചിട്ട് അവിടെ പേര് എഴുതി വെച്ചാലും മതി. പേര് എഴുതി വെച്ചിട്ടില്ലെങ്കിലും ക്രിസ്തുരാജാവുക്ക് അറിയാം, എനിക്കറിയാം. ഞാൻ പ്രാർത്ഥിക്കും, എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം നിങ്ങൾ എല്ലാവരും സമത്വം അനുഗ്രഹിക്കട്ടെ. അതുപോലെ മാസത്തെ ശനിയാഴ്ച ഫുഡ് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങൾ കൊടുക്കാം. ദൈവം നിങ്ങൾ എല്ലാവരും സമത്വം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു മൈ പീപ്പിൾ. നല്ലവണ്ണായ ക്രിസ്തുരാജനെ എല്ലാവരും സമത്വമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. നമുക്ക് നല്ല രീതിക്ക് കഞ്ഞി കുടിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങയോട് കേനുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കണം. അങ്ങ് രഹസ്യങ്ങളാൽ അങ്ങ് പരിപോഷിപ്പിക്കണേ. വരെ അങ്ങയ്ക്ക് പ്രതികരമായ പ്രവർത്തന ശൈലിയിലൂടെ യോഗ്യമായി ശുശ്രൂഷ ചെയ്യാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടണമേ. കർത്താവ് ഞങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നാം ഓരോരുത്തരെയും ലോകത്തിലുള്ള എല്ലാവരും സമത്വമായി അനുഗ്രഹിക്കട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയണമേ. തൊഴുത്തിലും കാരായിലും കടലയിലും കാൽവരിയിലും കാലം കാതോത്തിരിക്കും അവിടുത്തെ കാഴ്ച കേട്ടു ഞങ്ങൾ. പരിശുദ്ധ പരമാ